നമുക്കിന്ന് ഇടിച്ചക്ക കൊണ്ടൊരു എന്നാ പറയുക മസാല വട ഉണ്ടാക്കാം. ഓക്കെ, ബാക്കി കാണിക്കാം. ഇടിച്ചക്ക ഉണ്ട് കേട്ടോ. ഇടിച്ചക്ക ഇത് അരിഞ്ഞ് ഈ കോലത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. അടിച്ചിട്ട് കാണിക്കാം. ഇതാ മിക്സിയുടെ ജാറയിലിട്ട് നല്ല പൊടി പൊടിയായി പൊടിച്ചെടുത്തു. ഇടിച്ചക്കയാണിത് കേട്ടോ. ഇനി ബാക്കി കാണിക്കാം കേട്ടോ. ഇതിന് വേണ്ടത് ഒരു പച്ചമുളക്, 2 തണ്ട് കരിയാപ്പ്, ഒരു കഷ്ണം ഇഞ്ചി, ഒരു കഷ്ണം സബോള കേട്ടോ. ഇനി മസാല പിന്നെ ഞാൻ ചേർക്കുമ്പോൾ പറഞ്ഞുതരാം. ഇത് അരിഞ്ഞെടുക്കട്ടെ. ഇതാ മസാല: ചിക്കൻ മസാല, മുളക് പൊടി, ഇഞ്ചി, കരിയാപ്പില, പച്ചമുളക്, സബോള. ഓക്കെ, ആവശ്യത്തിന് ഉപ്പ്. ഒത്തിരി വേണ്ട, നിങ്ങൾ എത്ര എടുക്കുന്നോ അതിനനുസരിച്ച് ഉപ്പ്. ഓക്കെ, ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൈദപ്പൊടി, 1 കപ്പ് മൈദപ്പൊടി. ഓക്കെ, ഇനി അത് നല്ലോണം മിക്സാക്കിയിട്ട് പിന്നെ 1 ഗ്ലാസ് വെള്ളം, 1 ഗ്ലാസ് ഒഴിക്കണ്ട, കുറേശ്ശെ ഒഴിച്ചിളക്കി കൊടുക്കുക. ഒരു കൈ കൊണ്ട് എടുക്കുന്നതുകൊണ്ടാട്ടോ അത് ഈ കോലത്തിലാക്കുക. ഓക്കെ, മസാല, ഉള്ളി, സബോള എല്ലാം കൂടി ആ കോലത്തിലാക്കിയിട്ട് നമ്മുടെ ചക്ക ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. മിക്സിയിലിട്ട് അടിച്ച് വെച്ച ചക്ക ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി ഫ്രൈ ആക്കുക. ഓക്കെ, എന്നിട്ട് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. വേണമെങ്കിൽ ഒരു നുള്ള അപ്പക്കാരം ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ, ഞാൻ ഇടുന്നൊന്നുമില്ല, വേണമെങ്കിൽ ഇടാം, പൊങ്ങി കിട്ടണമെന്നുണ്ടെങ്കിൽ. ഇതേപോലെ നമ്മൾ എന്നാ പറയുക, ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നതിലും കുറച്ച് ലൂസായിട്ട്, ചപ്പാത്തിക്ക് നമ്മൾ കുഴയ്ക്കുമല്ലേ, ആ ഇതിൽ കുറച്ച് ലൂസായിട്ട് കുഴയ്ക്കുക. ഇവിടെ ഇരിക്കട്ടെ, അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഫ്രൈ ആക്കി കാണിക്കാം. നമ്മളൊരു ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട്. അതിന് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ നല്ലോണം ചൂടാകട്ടെ. ചൂടായി കഴിയുമ്പോൾ ഈ മസാലയിൽ നിന്ന് ഇങ്ങനെ ഇച്ചിരി ഇതാ വട പോലെ നമ്മൾ ആവശ്യത്തിന് ആക്കി അങ്ങോട്ട് കൊടുക്കും. നമ്മൾ കൈ തന്നെ ആക്കിയാൽ മതി. എൻ്റെ ചായ തിളച്ച് മറിഞ്ഞു പോയി ഇതിടാൻ പോയപ്പോൾ. തീ കുറച്ച് വെച്ചിട്ടായിരിക്കും, ചക്ക വെന്തതല്ലാത്തതുകൊണ്ട് തീ കുറച്ച് വെച്ചിട്ട് കാണിക്കണം, ഇട്ട് കൊടുക്കണേ. ചെറിയ ഗ്യാസിലായാലും മതി. ഞാനൊരു 5 പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണത്തിൻ്റെ മണ്ട വീണുപോയി, ആ സാരമില്ല, പോട്ടെ. ഇങ്ങനെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇപ്പോൾ ഇഷ്ടം പോലെ ഇടിച്ചക്ക ഉണ്ടായ സമയമാണ്. ഇപ്പോൾ താമസിച്ച് ചക്ക കായ്ച്ചത് കാരണം ഇഷ്ടം പോലെ ഇടിച്ചക്ക എല്ലായിടത്തും ഉണ്ട്. എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഞാൻ കാണിക്കാം, ഉണ്ടാക്കി കഴിയുമ്പോൾ കാണിക്കാം. ഇതാ നമ്മുടെ ഇടിച്ചക്കയുടെ ഇത് കട്ട്ലേറ്റ് ഇവിടെ റെഡിയായി. പിന്നെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അതിൻ്റെ സ്മെല്ല് വരും, നല്ല മണം കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇതൊക്കെ ഉഴുന്നുവട ഉണ്ടാക്കുന്നതൊക്കെ ഇരിക്കുന്നു ഇപ്പോൾ.